ഹലോ കൂട്ടുകാരെ, ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. അടുത്തുള്ള അമ്പലം തന്നെയാണ്. നെടുവത്തൂർ ചിറക്കടവ് ശ്രീ ദേവി ക്ഷേത്രമാണിത്, ഭദ്രകാളി ക്ഷേത്രമാണിത്. അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ. ഇതാണ് അമ്പലം. ഇവിടെ ആൽമരമുണ്ട്. അമ്പലം പുതിയതായി നിർമ്മിക്കുകയാണ്. പഴയ അമ്പലം പൊളിച്ചു കളഞ്ഞുകൊണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുകയാണ്. ദേവപ്രശ്ന പ്രതിപ്രകാരം പുതിയതായിട്ട് നിർമ്മിക്കുകയാണ് അമ്പലം. ഇവിടെ സ്വർണ്ണ കൊടിമരമുണ്ട്. ഇതിലൊക്കെ നല്ലതായിട്ട് ഇൻ്റർലോക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇൻ്റർലോക്കൊന്നും ഇല്ലായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ കവാടം. കൊച്ചു കൊച്ചു കടകളൊക്കെ ഇവിടെ ഉണ്ട്. പൂമാല വയ്ക്കുന്നതും വഴിപാടിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പന്തലും ഉണ്ട്. അവിടെ സ്റ്റേജാണത്. സ്റ്റേജിനോട് ചേർന്ന് തന്നെ ഒരു കുളവുണ്ട് അവിടെ. അത് ഞാൻ കാണിക്കാം. രാവിലെ നല്ല അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. 1-ാം തീയതി ആയതുകൊണ്ട് നല്ല ആളുമുണ്ട് ഇന്ന്. അമ്പലത്തിലെ പണി നടക്കുന്നേ ഉള്ളൂ. വലിയ 3 ആൽമരമുണ്ട് ഇവിടെ. ഒന്ന് അമ്പലത്തിൻ്റെ ബാക്കിലും ഉണ്ട്, ഫ്രണ്ടിൽ 2 എണ്ണം ഉണ്ട്. ഇവിടെയാണ് ഉപദേശ സമിതി ഓഫീസ് ക്ഷേത്രത്തിൻ്റെ. അതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. ഇതാണ് അമ്പലക്കുളം. പായലൊക്കെ ശരിക്കും ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തിൻ്റെ, NSS ഓഡിറ്റോറിയം. മൂന്ന് പടികളാണ് ഉള്ളത് കുളത്തിലേക്ക് ഇറങ്ങാൻ. പണ്ടൊക്കെ ഞാൻ ഇവിടെ വരുമായിരുന്നു. പണ്ടൊക്കെ കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു അമ്പലത്തിൽ. പക്ഷെ ഇപ്പം പറ്റത്തില്ല. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ ഇവിടെ വരുമായിരുന്നു കുളത്തിൽ കുളിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പം പറ്റത്തില്ല. അതാണ് ഓഡിറ്റോറിയം. കല്യാണങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച്. മിക്ക ദിവസവും കല്യാണങ്ങൾ കാണും. മൂന്നാല് കടകൾ ഇവിടെ ഉണ്ട്. അമ്പലം പണി നടക്കൊണ്ട് തന്നെ നല്ല ശബ്ദമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെയുണ്ട് രാവിലത്തെ വീഡിയോ? അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ. ഒന്ന് ഷെയർ കൂടി ചെയ്തോ. അപ്പോൾ നല്ലൊരു വീഡിയോ അമ്മായി പിന്നെ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങൾ അവിടുത്തെ അമ്പലം, ചിറക്കടവ് ദേവി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രമാണ്. ഓക്കെ അല്ലേ?